66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദപുസ്തകത്തിലെ ഏതൊരു പുസ്തകങ്ങളിലെയും അധ്യായങ്ങളിലെയും സന്ദേശം ഒരൊറ്റ വാക്യത്തിൽ ക്രോഡീകരിച്ചിരിക്കുകയാണ് യോഹന്നാൻ 3:16. അല്ല, മഹാദൈവം തൻ്റെ തിരുഹൃദയം മനുഷ്യ മുൻപാകെ തുറന്നു കാണിക്കുകയാണ് ആ വാക്യത്തിലൂടെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് യേശു കർത്താവിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചെന്നാണ് നമ്മുടെ മലയാള പരിഭാഷ. പക്ഷേ ലോകത്തെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, മറ്റു ഭാഷാന്തരങ്ങൾ പറയുന്നത് ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചെന്നാണ്. അതുകൊണ്ട് ആ വാക്യം ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ഈ രാത്രി ദൈവസ്നേഹത്തിൻ്റെ നാനാവശങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കോറിയിട്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അത് നിത്യസ്നേഹമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. യഹോവ ദൂരത്തു നിന്ന്, സാരമില്ല, കരുതി വെക്കണ്ട, യഹോവ ദൂരത്ത് നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കി. യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി എന്നോട് അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ദയ ഞാൻ നിന്നോട് ദീർഘമാക്കിയിരിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അതാണ്, നിത്യസ്നേഹമാണ്. നിത്യസ്നേഹം എന്ത് എന്നറിയണമെങ്കിൽ നിത്യത എന്തെന്നറിയണം. നിത്യത എന്ന് പറഞ്ഞാൽ ആരംഭമില്ലാത്തതും അവസാനമില്ലാത്തതുമാണ്. ആരംഭമില്ലാത്തതും അവസാനമില്ലാത്തതുമായ നിത്യതയെ ദൈവം രണ്ടായി വെട്ടിമുറിച്ചു. ഒന്നാമത്തെ നിത്യതയ്ക്ക് നമുക്ക് പൂർവകാല നിത്യത എന്ന് പേര് കൊടുക്കാം. രണ്ടാമത്തെ നിത്യതയ്ക്ക് നമുക്ക് വരുംകാല നിത്യത എന്ന് പേര് കൊടുക്കാം. എന്താണ് പൂർവകാല നിത്യത? പൂർവകാല നിത്യതയ്ക്ക് ഒരാരംഭമില്ല, എന്നാൽ അതിനൊരു അവസാനമുണ്ട്. എന്താണ് വരുംകാല നിത്യത? വരുംകാല നിത്യതയ്ക്ക് ഒരു അവസാനമില്ല, എന്നാൽ അതിനൊരാരംഭമുണ്ട്. ആരംഭമില്ലാത്തതും അവസാനമുള്ളതും അവസാനമില്ലാത്തതും ആരംഭമുള്ളതുമായ പൂർവകാല നിത്യതയ്ക്കും വരുംകാല നിത്യതയ്ക്കും ഇടയ്ക്കുള്ള പീരീഡിന് പറയുന്ന പേരാണ് സമയം. ആ സമയത്തിൻ്റെ ആരംഭമാണ് ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് ദൈവത്തിൻ്റെ ആദിയല്ല, സമയത്തിൻ്റെ ആദിയാണ്. അങ്ങനെയാണെങ്കിൽ സമയത്തിന് മുമ്പുള്ള പീരിയഡിന് പറയുന്ന പേരാണ് അനാദി. അതുകൊണ്ട് ആ 90-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ പാടുന്നത്, കർത്താവേ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും അങ്ങ് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനും മുമ്പേ അങ്ങ് അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. സഹൃദയരെ, ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം സ്വയംഭൂവായ ദൈവമല്ല. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ ആരും ഉളവാക്കാതെ സ്വയം ഉളവായവനെന്നാണ്. ആരും ഉളവാക്കാതെ സ്വയം ഉളവായവൻ എന്ന് വന്നാൽ ആ ദൈവത്തിന് ഒരു ആരംഭമുണ്ടെന്ന് വരും, ആരും ഉണ്ടാക്കിയില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവം സ്വയംഭൂവല്ല, സ്വയം സ്ഥിതനായ ദൈവമാണ്. ആരംഭമില്ലാത്ത, അവസാനമില്ലാത്ത, ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്ത സ്വയം സ്ഥിതനായ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ എനിക്ക് അവസരം തന്നതിൽ എൻ്റെ ദൈവത്തിന് നന്ദി എന്ന് പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ദൈവത്തിൻ്റെ സ്നേഹം നിത്യസ്നേഹമാണ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആശയം അത് അനാദി സ്നേഹമാണെന്നാണ്. അനാദി സ്നേഹം ദൈവശാസ്ത്രപരമായി വിശദീകരിച്ചാൽ പിടികിട്ടാൻ അല്പം പ്രയാസമുള്ളതുകൊണ്ട് ഞാനതിനെ ലളിതവൽക്കരിച്ച് മനസ്സിലാക്കി തരാം. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ മക്കൾ 4 പേരാണ്. ഞാനാണ് എൻ്റെ വീട്ടിലെ മൂത്ത മകൻ. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, എന്നെ ആരാണ് ആദ്യം സ്നേഹിച്ചത്? അതൊരു കുസൃതി ചോദ്യമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിച്ച്, ആരാ നമ്മളെ ആദ്യം സ്നേഹിച്ചത്? അതിൻ്റെ മാനുഷികമായ
എൻ്റെ മറുപടി എൻ്റെ അമ്മയാണ് എന്നെ ആദ്യം സ്നേഹിച്ചത്. എപ്പോഴാണ് എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചത്? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ സമയം മുതൽ, എൻ്റെ അമ്മ ഗർഭവതിയാണെന്ന് അറിഞ്ഞപ്പം മുതൽ അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. അതിൻ്റെ പ്രതിഫലനമല്ലേ എന്തു സൂക്ഷിച്ച അമ്മ ജീവിച്ചത്. അമ്മ ഛർദ്ദിച്ചതിന് കയ്യും കണക്കുമുണ്ടോ? അമ്മയ്ക്ക് ഇഷ്ടമുള്ള എത്ര ആഹാരം അമ്മ വേണ്ടെന്ന് വെച്ചു. എന്തു വേദന നിന്നാ എന്നെ പ്രസവിച്ചത്. അതൊക്കെ എന്നോടുള്ള എൻ്റെ അമ്മയുടെ സ്നേഹമാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ സമയം മുതൽ, അതറിഞ്ഞപ്പം മുതൽ എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. എൻ്റെ വല്യപ്പനും വല്യമ്മയും എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ മൂത്ത മകനായി മണ്ണിൽ പിറന്നു വീണ ശേഷമാണ് അവരുടെ മൂത്ത മകൻ എന്ന നിലയിൽ എൻ്റെ മുഖം കണ്ട് എൻ്റെ അപ്പനും അമ്മയും എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എൻ്റെ വല്യപ്പനും വല്യമ്മയും എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എനിക്ക് 3 സഹോദരങ്ങളാണ്. അവരുണ്ടായ ശേഷമാണ് അവരെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞാനൊരു സഭയിൽ ചെന്ന ശേഷമാണ് എൻ്റെ പാസ്റ്റർ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. കൂട്ടുവിശ്വാസികൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞാൻ വിവാഹം കഴിച്ച ശേഷമാണ് എൻ്റെ ഭാര്യ ബീന എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എനിക്ക് 2 പെൺമക്കളാണ്. അവരുണ്ടായ ശേഷമാണ് അവരെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. എന്നാൽ സന്തോഷത്തോടെ ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ പാസ്റ്റർ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ വിശ്വാസികൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ വല്യപ്പനും വല്യമ്മയും എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പ്, എൻ്റെ പൂർവീകർ ഉണ്ടാകുന്നതിന് മുമ്പ്, അല്ല അതിനപ്പുറത്തേക്ക് ചെന്നാൽ പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, എൻ്റെ ദൈവം ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരുന്നു. ആ സ്നേഹമാണ് ഇന്ന് രാത്രി ഈ പുൽപ്പിറ്റിൽ ഈ മൈക്കുമായി നിന്ന് കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ, ഈ കസാരയിൽ ഇരിക്കാൻ എനിക്കും നിങ്ങൾക്കും അവസരം ലഭ്യമായതെന്നുള്ള തിരിച്ചറിവിൽ പരപ്രേരണ കൂടാതെ അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സ്നേഹം നിത്യസ്നേഹമാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആശയം അത് അനാദി സ്നേഹമാണെന്നാണ്. രണ്ടാമത്തേത് ദൈവത്തിൻ്റെ സ്നേഹം നിത്യസ്നേഹമാണെന്ന് പറഞ്ഞാൽ അർത്ഥം അത് കാലേ കൂട്ടിയുള്ള സ്നേഹമാണെന്നാണ്. ഞാനൊരു ഇടുക്കി ജില്ലക്കാരനായതുകൊണ്ട് എൻ്റെ ഗ്രാമീണ പ്രയോഗം അതിനങ്ങ് നടത്തിയെന്നേ ഉള്ളൂ. കാലേ കൂട്ടിയുള്ള സ്നേഹം. എന്താ കാലേ കൂട്ടിയുള്ള സ്നേഹം? സ്നേഹിക്കപ്പെടാൻ എന്നിൽ യോഗ്യതകളൊന്നുമില്ലാതിരിക്കെ എൻ്റെ അയോഗ്യതകൾ ഓർക്കാതെ ഏകപക്ഷീയമായി എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ച സ്നേഹമാണ് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം. വേദപുസ്തകത്തിൽ നിന്ന് 2 തെളിവുകൾ അതിന് ബോൽബലകമായി ഞാൻ തരാൻ. വായിക്കണ്ട. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: യേശു മാർത്തയെ സ്നേഹിച്ചു. അടുത്തത് അവളുടെ സഹോദരിയെ സ്നേഹിച്ചു, അർത്ഥാൽ മറിയെ സ്നേഹിച്ചു. 3 ലാസറിനെയും സ്നേഹിച്ചു. എൻ്റെ സഹോദരങ്ങളെ, ശാന്തമായ ഭാഗം ഒന്ന് ധ്യാനിച്ചു നോക്കിക്കേ. യേശു കർത്താവ് മാർത്തയെ സ്നേഹിച്ചതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? മാർത്തയെ പോലെയുള്ള ഒരാളെ ആരും സ്നേഹിച്ചു പോകും. എന്താ മാർത്തയുടെ പ്രത്യേകത? വീട്ടിൽ വരുന്ന അതിഥികളെ ഹാർദവമായി സ്വീകരിക്കും, അവരെ ഹൃദ്യമായി ശുശ്രൂഷിക്കും. യേശു കർത്താവും ശിഷ്യന്മാരും പല പ്രാവശ്യം ആ വീട്ടിൽ ചെന്നിട്ടുണ്ട്. ചെന്നപ്പോഴൊക്കെ ഹാർദവമായി സ്വീകരിച്ച് ത്യാഗം സഹിച്ച് വെച്ചു വിളമ്പി കൊടുത്തിട്ടുണ്ട്, ഭൗതികമായി ശുശ്രൂഷിച്ചിട്ടുണ്ട്. മക്കളെ, വെള്ളം ഒന്നും വേണ്ട, താങ്ക് യു. കരമുയർത്തി ഒരിക്കൽ കൂടി നല്ല ആമേൻ എന്ന് പറയാം. നിങ്ങൾക്ക് ആർക്കും എന്നോടില്ലാത്ത ആ കരുതൽ കുഞ്ഞുങ്ങൾക്കുണ്ടായി. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി ഒരിക്കൽ കൂടി നല്ല സ്തോത്രം എന്ന് പറയാമോ? നിങ്ങളുടെ ശ്രദ്ധ പോകാതിരിക്കാനാണ് ഞാൻ അവരെ തിരിച്ചയച്ചത്. ഒക്കെ ശ്രദ്ധിക്കുക. അപ്പം മാർത്തയുടെ പ്രത്യേകത ഭൗതികമാണ്. യേശു കർത്താവും ശിഷ്യന്മാരും പല പ്രാവശ്യം ആ വീട്ടിൽ ചെന്നിട്ടുണ്ട്. ചെന്നപ്പോഴൊക്കെ ഹാർദവമായി സ്വീകരിക്കുകയും ഹൃദ്യമായി ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട്, വെച്ച് വിളമ്പിക്കൊടുത്തിട്ടുണ്ട്. മറിയയ്ക്കുമുണ്ടൊരു പ്രത്യേകത. എന്താ മറിയയുടെ പ്രത്യേകത? കർത്താവിനെ അരികിൽ കിട്ടുമ്പോഴൊക്കെയും തൃപ്പാദപീഠത്തിൽ ഇരുന്ന് വചനം പഠിക്കാൻ അവൾ പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ ആത്മീകമായി വളരാൻ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പം മാർത്തയുടെ പ്രത്യേകത ഭൗതികമാണ്, മറിയുടെ ഗുണം ആത്മീകതയാണ്. പക്ഷെ അവരെ 2 പേരെയും മാത്രം സ്നേഹിച്ചെന്നല്ല, യേശു ലാസറിനെയും സ്നേഹിച്ചു. എപ്പോഴാണ് ലാസറിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്? ഉയർത്തെഴുന്നേറ്റ ശേഷമാണോ? അല്ല. അവൻ ദീനമായി കിടക്കുമ്പോൾ സഹോദരിമാർ
ഒരാളയച്ച് പറയിപ്പിക്കുകയാണ്, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. എൻ്റെ ചോദ്യം, ലാസറിനെ സ്നേഹിക്കാൻ ലാസറിൽ എന്ത് യോഗ്യതയാണ് ഉള്ളത്? പല പ്രാവശ്യം യേശു ആ വീട്ടിൽ ചെന്നിട്ടില്ലേ? ഭൗതികമായി ശുശ്രൂഷിക്കാൻ ഒട്ടനവധി അവസരം അവന് കിട്ടിയതല്ലേ? ഫലപ്രദമായി അവനത് വിനിയോഗിച്ചില്ല. ആത്മീകമായി വളരാൻ എത്ര സുവർണാവസരങ്ങൾ മുൻപിൽ കിട്ടിയതാണ്, പക്ഷേ അതൊന്നും അവൻ നന്നായി കൈകാര്യം ചെയ്തില്ല. എന്നിട്ടും തിരുവെഴുത്ത് പറയുകയാണ്, യേശു ലാസറിനെയും സ്നേഹിച്ചു. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയണ്ടേ? വർത്തമാനകാലത്ത് ലാസറിനെ സ്നേഹിക്കുവാൻ അവന് യോഗ്യതകളൊന്നുമില്ലെങ്കിൽ പോലും നാളകളുടെ നീളകളിൽ അവൻ തൻ്റെ കൂടെ പന്തിക്കിരിക്കേണ്ടുന്നവനാണെന്നും തൻ്റെ മഹത്വം അവനിലൂടെ വെളിപ്പെടാനുണ്ടെന്നും തീർന്നില്ല. അവനിലൂടെ ഒരു വലിയ കൂട്ടം യഹൂദ സമൂഹം തന്നിൽ വിശ്വസിപ്പാനുണ്ടെന്നും അറിയാവുന്ന കർത്താവ് അവൻ്റെ വർത്തമാനകാല അയോഗ്യതകൾ ഓർക്കാതെ അവനെ കാലെ കൂട്ടി സ്നേഹിച്ചു. ഇന്ന് രാത്രി സുവിശേഷ യോഗത്തിൽ ഒരാത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, എൻ്റെ മാന്യ സുഹൃത്തെ, താങ്കളെ ഇന്ന് സ്നേഹിക്കാൻ താങ്കളിൽ യോഗ്യതകളൊന്നുമില്ലെന്ന് മാത്രമല്ല, അടുക്കുന്നവർക്കെല്ലാം നിങ്ങളോട് അകലം പാലിക്കത്തക്ക നിലയിൽ, നിങ്ങളെ വെറുക്കത്തക്ക നിലയിൽ, എത്ര സ്വഭാവ വൈകല്യത്തിന് നിങ്ങൾ അടിമയാണെങ്കിലും, എത്ര പരിതാപകരമായ പാപ സ്വഭാവത്തിന് നിങ്ങൾ അടിമയാണെങ്കിലും, ഇന്ന് രാത്രി നിന്റെ വർത്തമാനകാല അയോഗ്യതകൾ ഓർക്കാതെ താങ്കളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഈ രാത്രി ഞങ്ങൾ ഈ പന്തലിൽ ഉയർത്തുകയാണ്. ആ പരിശുദ്ധ നാമമാണ് നസ്രയനായ യേശു. എന്നോട് ചേർന്ന നാമത്തിന് അധരം തുറന്നു സ്തോത്രം പറയാൻ മനസ്സുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതേ ദൈവത്തിന്റെ സ്നേഹം, അതാദി സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരാശയം അത് കാലെ കൂട്ടിയുള്ള സ്നേഹമാണെന്നാണ്. വേദപുസ്തകത്തിൽ മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. യേശു കർത്താവ് ഗദരദേശത്തേക്ക് ചെല്ലുകയാണ്. ഗദരദേശത്തെത്തുമ്പോൾ 6000 ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ യേശു കർത്താവിനെ എതിരേറ്റു വരുന്നു. ആ ഭൂതങ്ങളെല്ലാം കൂടെ യേശുവിനോട് ഇവനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, സമയത്തിന് മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നതാണോ? പാതാളത്തിലോട്ട് പോകാൻ ഞങ്ങളോട് പറയരുത്. ദേ കുറച്ച് പന്നികൾ അവിടെ മേയുന്നു, അങ്ങോട്ട് പോകാൻ ഞങ്ങളോട് പറ. എനിക്ക് ആ ഭാഗം വായിച്ചപ്പോൾ അത്ഭുതം തോന്നി കേട്ടോ. ഈ ഭൂതങ്ങളാണ് കർത്താവിനോട് പറയുന്നത് ഞങ്ങളെ പന്നികളിലേക്ക് വിടണമെന്ന്. ഭൂതങ്ങളല്ലേ ചോദിച്ചത്, അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചതുപോലെ എനിക്ക് അനുവദിച്ചു തരാൻ പറ്റുകയില്ല. പന്നികളിലേക്ക് പോകണ്ട, കാളകളിലേക്ക് പോയാൽ മതിയെന്ന് യേശു പറഞ്ഞില്ല. ഒരു നല്ല ആമേനെന്ന് പറ. ചില മനുഷ്യരെങ്ങനെ ജീവിച്ചിട്ടും അവർ പറയുന്നത്, എൻ്റെ പൊന്നു പാസ്റ്ററെ, ദൈവം ഇപ്പോഴും ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എന്താ കാരണം? ഞങ്ങൾ ചോദിക്കുന്നതെല്ലാം തരുന്നുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടിയുണ്ട്. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ദൈവം തരുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവം സാധിപ്പിക്കുന്നു എന്നത് നിങ്ങളും ദൈവവുമായുള്ള ബന്ധം ശരിയാണ് എന്നതിൻ്റെ തെളിവല്ല. ഭൂതങ്ങൾ ചോദിച്ചതുപോലും കർത്താവ് കൊടുത്തു. ദൈവിക അംഗീകാരത്തിന്റെ മുദ്ര ചോദിക്കുന്നതിനെല്ലാം മറുപടി കിട്ടുന്നു എന്നുള്ളതല്ല, ദൈവവുമായുള്ള ബന്ധത്തിന്റെ തെളിവ് ദൈവവചനത്തിന്റെ പ്രമാണത്താൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ദൈവപ്രസാദ പ്രകാരം ജീവിക്കുന്നതാണ് ദൈവവുമായുള്ള ബന്ധത്തിന്റെ തെളിവെന്ന് ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയുമ്പോൾ എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? കർത്താവ് ഭൂതങ്ങളോട് പറഞ്ഞു, പന്നികളിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഭൂതങ്ങൾ 6000 പന്നികൾ 2000 ഉള്ളൂ. ഈ 6000 ഭൂതങ്ങൾ ചെന്ന് കയറിയത് 2000 പന്നികളിലേക്കാണ്. അപ്പൊ നമുക്കൊരു ചെറിയ കണക്കെടുക്കാം. ഓരോ പന്നികളിലും 3 ഭൂതങ്ങൾ വീതം കയറിയിട്ടുണ്ട്. ഓരോ പന്നികളിലും 3 ഭൂതങ്ങൾ വീതം കയറിയപ്പോൾ പന്നികൾ തീരുമാനിച്ചിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല, ചത്തുകളഞ്ഞേക്കാം. 2000 എണ്ണവും ഒരുപോലെ കടലിൽ ചാടി ചത്തു. നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തു. എൻ്റെ സഹൃദയരെ, ഈ പന്നികൾക്ക് ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പന്നികൾക്കെന്നല്ല, ഒരു നാൽക്കാലികൾക്കും ഇടജാതികൾക്കും പക്ഷിവർഗത്തിനും ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആത്മഹത്യ എന്താണെന്ന് അറിയാൻ പോയിട്ട് ജീവിതം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ജനിച്ചു പോയതുകൊണ്ട് ജീവിക്കുന്നു, ചാകുമ്പം ചാകുന്നു എന്നുള്ളതല്ലാതെ ജീവിതത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് അതുങ്ങൾക്ക് യാതൊരു ഗ്രാഹ്യവുമില്ല. പമ്പാടികൾ നിങ്ങൾ ഓമനിച്ചൊരു നായ വളർത്തിയെന്നിരിക്കട്ടെ, 4 വയസ്സ്. 4 വയസ്സുള്ള നായ ഒരു ദിവസം കുസൃതി കാണിച്ചപ്പോൾ നിങ്ങൾ ഒന്നും നോക്കിയില്ല. ഒരു വടി, ഒരു ചെറിയ വടി വെട്ടിയിട്ട് നിങ്ങൾ നല്ലൊരു അതിനോട്ട് കൊടുത്തു. ഉടനെ നായ പറയുകയാണ്, കഴിഞ്ഞ 4 വർഷം
എൻ്റെ വാല് പറഞ്ഞു പോകുന്നത് പോലെ ഈ വീട്ടുകാരെ കണ്ട് ഞാൻ വാലാട്ടി എൻ്റെ സ്നേഹം കാണിച്ചിട്ട് ഇത്ര നിഷ്കരുണം എന്നെ തല്ലാൻ ഇവർക്ക് തോന്നിയല്ലോ, ഇനി ഞാൻ ഇവിടെ ജീവിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞ് KK റോഡിലൂടെ പോകുന്ന ഒരു ബസ്സിൻ്റെയും ടയറിൻ്റെ അടിയിൽ പോയി അതുങ്ങളുടെ തല വെച്ച് അത് ബോധപൂർവം ചാകത്തില്ല, ആത്മഹത്യ ചെയ്യില്ല. എന്താ അതിൻ്റെ കാരണം? ഈ നായകൾക്ക് ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പറഞ്ഞത് ഒരു പക്ഷിവർഗത്തിനും മൃഗങ്ങൾക്കും ഒന്നും അല്ലേ, നാൽക്കാലികൾക്കും ഇഴജാതികൾക്കും പക്ഷിവർഗത്തിനും ഒന്നും ആത്മഹത്യ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനാണെങ്കിൽ 1999 അല്ല, ഈ 2000 പന്നികളും ഒരുപോലെ കടലിൽ ചാടിച്ചാകാൻ കാരണം എന്താ? ബോധപൂർവം അവയറിഞ്ഞുകൊണ്ട് ചാടിച്ചത്തതല്ല, ആത്മഹത്യ ചെയ്തതല്ല. പിന്നെ ഇത് പന്നിയിൽ കയറിക്കൂടിയ ദുരാത്മാക്കളുടെ പ്രവണതയാണ്. ഭൂതങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അത് വേദപുസ്തകത്തിലെ മനോഹരമായൊരു പഠനമാണ്. ആ വിഷയത്തിലേക്ക് ഇന്ന് രാത്രി ഞാൻ പ്രവേശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഈ പന്നികൾ 2000 കടലിൽ ചാടിച്ചാകാൻ കാരണം അതിൽ കയറിക്കൂടിയ ദുരാത്മാക്കളുടെ പ്രവണതയാണ്. അപ്പൊ ഈ ദുരാത്മാക്കൾ എന്താ ചെയ്യുന്നത്? ഇത് കയറുന്നതിനെ കൊല്ലിക്കുന്നതാണ്, ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നതാണ്. ഈ സുവിശേഷ യോഗത്തിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, രക്തച്ചൊരിച്ചിലുകളുടെ പിറകിൽ, ആത്മഹത്യകളുടെ പിറകിൽ, മദ്യപാനങ്ങളുടെ പിറകിൽ, വഴിവിട്ട ബന്ധങ്ങളുടെ ജീവിതത്തിന്റെ പിറകിൽ, ആത്മഹത്യകളുടെ പിറകിൽ കുടിയിരിക്കുന്ന പൈശാചിക ദുർഭൂത ശക്തികളുണ്ട്. ഇന്ന് രാത്രി എൻ്റെ സന്ദേശം കേൾക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളിൽ, വ്യക്തികളിൽ നിസ്സാര കാര്യങ്ങളിൽ പോലും പിടിച്ചു നിൽക്കാൻ ത്രാണിയില്ലാതെ എന്തിന് ജീവിക്കുന്നു, ആർക്കു വേണ്ടി ജീവിക്കുന്നു, നീ ജീവിച്ചിട്ട് എന്ത് ഗുണം എന്ന് ഹൃദയത്തിൻ്റെ അകത്ത് ചിന്തകളും ചോദ്യങ്ങളും ഇട്ട് ദൈവം തന്നെ ആയുസ് തികയുന്നതിന് മുമ്പ് ആത്മഹത്യയാൽ മണ്ണിൽ നിന്ന് പറിച്ചു കളയാൻ ഇന്ന് രാത്രി നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തികളുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിന്റെ ശക്തിയാലും സ്വർഗ്ഗലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും അടങ്ങുന്ന ഏകകർത്താവും രക്ഷിതാവുമായ നസറയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പൈശാചിക ശക്തികളോട് ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ കൽപ്പിക്കുന്നു, അഴിഞ്ഞു മാറുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി പന്തലിന്റെ കീഴിൽ ഇറങ്ങട്ടെ. ഈ ശബ്ദം സഞ്ചരിക്കുന്നിടത്ത് കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ഇന്ന് രാത്രി അത് ദൈവിക വിടുതലായി മാറട്ടെ. അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് ഒരു 30 സെക്കൻഡ് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി എൻ്റെ സന്ദേശം കേൾക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ആത്മഹത്യ വരുത്താൻ കുടിയിരിക്കുന്ന ദുഷ്ടശക്തികൾ ഉണ്ടെങ്കിൽ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ പ്രത്യക്ഷനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ പൈശാചിക വ്യാപാരങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുവാൻ ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്ന എല്ലാ ധരങ്ങളും തുറന്ന് അല്പനിമിഷം കരമടിച്ച് അന്യഭാഷയിൽ ഒരു 30 സെക്കൻഡ് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ആത്മിക സ്വാതന്ത്ര്യം ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് അങ്ങനെ സംഭവിക്കട്ടെ. എന്റെ ചോദ്യം, ഈ ഓരോ പന്നികളിൽ 3 ഭൂതങ്ങൾ വീതം കയറിയപ്പോൾ പന്നികൾ കടലിൽ ചാടി ചത്തില്ലേ? ആത്മഹത്യ ചെയ്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 6000 ഭൂതങ്ങൾ പന്നികളെ കടലിൽ മുക്കിക്കൊന്ന ഈ 6000 ദുർഭൂതങ്ങൾ വർഷങ്ങളായി ഇവനിൽ കുടിയിരിക്കുകയല്ലായിരുന്നോ? എന്തിനാ ഇവനിൽ കുടിയിരുന്നത്? ജീവിപ്പിക്കാനാണോ? അല്ല, കൊല്ലാനാ കുടിയിരുന്നത്, ആത്മഹത്യ ചെയ്യിപ്പിക്കാനാ കുടിയിരുന്നത്. പക്ഷെ വർഷങ്ങളിൽ ദുർഭൂതങ്ങൾ ഇവനിൽ കുടിയിരുന്ന് ഇവനെ കൊല്ലാൻ കൊണ്ടു നടന്നിട്ടും എന്തേ കൊല്ലാൻ പറ്റിയില്ല? പറ്റാഞ്ഞതിന്റെ കാരണം ഞാൻ പറയാം. ദക്കപ്പുലി നാട്ടിൽ അവനെ ഒരു മിഷണറിയാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന്റെ പദ്ധതി അവന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കെ 6000 അല്ല 60,000 കോടി ദുർഭൂത ശക്തികൾ അവനെതിരെ തട്ടിട്ട് തുള്ളിയാലും അവന്റെ ഒരു തലമുടി നാരിനെ തൊടാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. കൃപ ലഭിച്ച ദൈവമക്കൾ, അഭിഷക്തന്മാർ സിംഹഗർജനം പോലെ സ്തോത്രം ചെയ്ത് വിളിച്ചു പറ. മുൻ നിയമിക്കപ്പെട്ട നാളിൽ ഒന്നും
ഉത്തരമില്ലാതിരുന്നപ്പോ സകലതും തന്റെ പുസ്തകത്തിൽ എഴുതി ഈ മണ്ണിൽ ജനിക്കാനും ജീവിക്കാനും എനിക്ക് അവസരം തന്ന എൻ്റെ ദൈവത്തിന് എൻ്റെ കൊച്ചു ജീവിതത്തെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി മണ്ണിൽ നിവർത്തിച്ചു തീരുന്നിടം വരെ മുഴു ലോകത്തിലുള്ള ഇരുളിന്റെ ശക്തികളും എനിക്കെതിരെ ഉറഞ്ഞു തുള്ളിയാലും ഒരു കേടും വരാതെ തന്റെ സംരക്ഷണ വലയത്തിനകത്ത് എന്നെ പൊതിഞ്ഞു കൊണ്ട് നടക്കുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അധരം തുറന്ന ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേർ ഇതിനകത്ത് വന്നിട്ടുണ്ട്? ഇന്ന് രാത്രി എന്റെ സന്ദേശം കേൾക്കുന്ന അഭിഷക്തന്മാർക്കെതിരെ, ദൈവമക്കൾക്കെതിരെ ഈ രാത്രി നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ നിവർത്തിക്കുന്നതിന് മുമ്പ് തകർത്ത് കളയാൻ വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തികൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എനിക്കെതിരെ, നിങ്ങൾക്കെതിരെ, ദൈവിക അഭിഷക്തന്മാർക്കെതിരെ, നമ്മുടെ കുടുംബങ്ങൾക്കും തലമുറകൾക്കുമെതിരെ വീറോടെ വെല്ലുവിളിക്കുന്ന ആ ഇരുളിന്റെ ശക്തികൾ ഇന്ന് രാത്രി ഓടി മറയുന്ന രാത്രിയാകട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഈ പന്തലിൽ ദൈവാത്മാവ് അയക്കുകയാണ്. ആത്മാവ് നിയോഗം തരുന്നെങ്കിൽ ഞാൻ പറയാതെ പരപ്രേരണ കൂടാതെ അധരം തുറന്ന ദൈവത്തിന് അന്യഭാഷയിൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ മനസ്സുള്ളവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തിന് സ്തുതി പറയാം. ഇന്ന് രാത്രി ചില ഇരുളിന്റെ ശക്തികൾ, ദുഷ്ടവാദഗതികൾ, ദൈവിക നിർണയങ്ങൾക്കെതിരെ, നിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ജീവിതത്തിനും കുടുംബത്തിനും എതിരെ, തലമുറകൾക്കും ഭാവിക്കും എതിരെ ഈ രാത്രി ദുഷ്ടശക്തികൾ വെച്ചിട്ടുള്ള അവന്റെ സകല പദ്ധതികളെയും ദൈവാത്മാവ് ഈ രാത്രി നിർവീര്യമാക്കുകയാണ്. നിങ്ങൾ ആ മനുഷ്യനെ കണ്ടോ? സുബോധം വന്ന് വസ്ത്രമൊക്കെ ധരിച്ച് അവൻ ആ ദെക്കപ്പലി നാട്ടിൽ കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ച് നടക്കുക. എന്തൊരു സ്വീകാര്യത ഇപ്പൊ അവൻ ആ നാട്ടിലുള്ളത്. ഭയഭക്തി, ബഹുമാന, ആദരവോടെ നാട്ടുകാരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് അവനെ ബഹുമാനിക്കുക. പണ്ട് ഇവനെ കാണുമ്പോൾ നാട്ടുകാരെല്ലാം ഇരുമ്പ് ചങ്ങലയും കൊണ്ട് പുറകെ നടക്കായിരുന്നു. പക്ഷെ നാട്ടുകാർ വെച്ച് പിടിപ്പിച്ച ഇരുമ്പ് ചങ്ങലകളൊക്കെ അവൻ ഉരുമി പൊട്ടിച്ചു കളഞ്ഞു. എൻ്റെ ഭാഷ ഞാൻ പറയാം, ഒരു കാലത്ത് അവൻ ആ നാടിൻ്റെ കണ്ണിലെ കരടായിരുന്നു. പക്ഷെ ഇന്ന് അവൻ ആ നാടിൻ്റെ കണ്ണിൽ ഉണ്ണിയ. സുവിശേഷത്തിന് മാറ്റാൻ കഴിയാത്തവരാരാ ഉള്ളത്? യേശുവിന് മാറ്റാൻ കഴിയാത്തവരാരാ ഉള്ളത്? എൻ്റെ ദൈവത്തിന് സ്നേഹിക്കാൻ കഴിയാത്തവരാരാ ഉള്ളത്? ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരോട് പറയുകയാണ്, നിങ്ങൾ ചിലരുടെ മാറ്റത്തിന്, രൂപാന്തരത്തിന്, സ്വഭാവ രൂപീകരണത്തിന് ഒത്തിരി കരഞ്ഞു, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപദേശിച്ചു. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്തൊന്നും അവരിൽ ഒരു മാറ്റവും വരാത്തത് കൊണ്ട് ഇനി ഗുണം പിടിക്കത്തില്ലെന്നൊക്കെ ആരെക്കുറിച്ചെങ്കിലും വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അങ്ങനെ ആരെയും എഴുതി തള്ളണ്ട. ചിലതിൽ അസാധാരണ മാറ്റങ്ങൾ സംഭവിക്കപ്പെട്ടിട്ട് ഈ യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് തുള്ളിച്ചാടി സ്തോത്രം ചെയ്ത് പറയത്തക്ക നിലയിൽ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്ന നാളുകൾ വിദൂരമല്ലെന്ന് KJ തോമസ് അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വചനത്തിലൂടെ ചില മാതാപിതാക്കൾക്ക് ഉറപ്പായ ദൂത് കൈമാറുന്നു. വിശ്വാസത്താൽ ആമേൻ പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? നമുക്ക് അവനോട് ചോദിക്കാം, നീ എങ്ങനാ ഇങ്ങനായത്? അവൻ പറയും, 6000 ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ട് ഒരു മുഴുഭ്രാന്തനായി, വസ്ത്രം പോലും ധരിക്കാതെ, ശവക്കല്ലറകളിൽ രാപാർത്ത്, ആർക്കും വേണ്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് 6000 ദുർഭൂതങ്ങൾ എന്നെ കൊല്ലാൻ കൊണ്ട് നടന്നപ്പോഴും അവയ്ക്കൊന്നും എന്നെ വിട്ടുകൊടുക്കാതെ, ഞാൻ പോലും അറിയാതെ തൻ്റെ സ്നേഹ വലയത്തിനകത്ത് എന്നെ പൊതിഞ്ഞു കൊണ്ട് നടന്നൊരു ദൈവമുണ്ടേ. ആ ദൈവ
ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇന്ന് കാണുന്ന മാന്യതയിലേക്കും ഇന്ന് കാണുന്ന സ്വീകാര്യതയിലേക്കും എന്നെ കൊണ്ടെത്തിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഭൂതഗ്രസ്തനായിരുന്നവൻ്റെയും ലാസറിൻ്റെയും അനുഭവം മാത്രമല്ല, നമ്മുടെയൊക്കെ അനുഭവം ചിന്തിച്ചു നോക്കിയാൽ അതൊക്കെ തന്നെയല്ലേ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലമെന്ന് ഓർത്തു നോക്കിക്കേ. ആത്മഹത്യയുടെ മുനമ്പിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെട്ട് വന്നവരില്ലേ? എത്രയോ വഴക്കിലും വയ്യാവേലിലും ചെന്ന് ചാടിയതാണ്. എത്രയോ പേര് ഇരുട്ടത്ത് മറഞ്ഞിരുന്നതാണ് തട്ടിക്കളയാൻ. കത്തിമുനയിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട് വന്നില്ലേ പ്രിയരെ? അന്നൊക്കെ നമ്മൾ പറഞ്ഞു സമയം നല്ലതായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടതാ, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം പിറകോട്ടിറങ്ങി തിരിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതല്ല, സമയം നല്ലതായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടതുമല്ല. അന്ന് എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാതെ, ഈ ദൈവവുമായി ഒരു ബന്ധവുമില്ലാതെ എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ അന്നേ എൻ്റെ ദൈവം എന്നെ കണ്ടിരുന്നേ, അന്നേ എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചിരുന്നേ, അന്നേ തൻ്റെ കൈയുടെ കീഴിൽ എന്നെ ഒളിപ്പിച്ചിരുന്നേ. ആ ദൈവിക കരുതലാണ്, ആ ദൈവിക സ്നേഹമാണ് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിരുന്ന് ആയുസ്സോടും ആരോഗ്യത്തോടും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. പക്ഷി കെണിവിട്ട് കെണി ഒഴിവാക്കി പറന്നു പോകുന്നത് പോലെ അന്നെൻ്റെ ആയുസ്സിനെ, എൻ്റെ ജീവനെ കൊള്ള പോലെ തന്നത് എൻ്റെ ദൈവമാണെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ പരപ്രേരണ കൂടാതെ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞാൻ ആ കരങ്ങളൊന്നുകൂടെ കാണട്ടെ, കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി മറക്കരുത്, ദൈവത്തിന്റെ സ്നേഹം നിത്യസ്നേഹമാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആശയം അത് അനാദി സ്നേഹമാണ്. അടുത്ത ആശയം അത് കാലേ കൂട്ടിയുള്ള സ്നേഹമാണ്. രണ്ടാമത്തേത് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തപ്പെട്ട സ്നേഹമാണ്. എനിക്കിപ്പോൾ 50 വയസ്സായി. 50 വയസ്സെന്ന് പറയുന്നത് ഞാൻ അല്പം സങ്കടത്തോടാണ് പറയുന്നത്. കാരണം സമയം എത്ര പെട്ടെന്നാണ് പോയി. ഞാൻ ഈ ഒറ്റയ്ക്കൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴേ കണ്ണിൽ ഉറക്കം തത്തിക്കളിക്കാതിരിക്കാൻ പല കാര്യങ്ങൾ ഓർക്കും. അതിൽ ഒത്തിരി ഓർക്കുന്നത് ചെറുപ്രായത്തിലെ കുസൃതിത്തരങ്ങളാണ്. ഹൈറേഞ്ചിൽ സുനിൽ വിടിരിപ്പുണ്ട്, ബേച്ചം പാസ്റ്റർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഹൈറേഞ്ചുകാർ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹൈറേഞ്ചിൽ അന്ന് ഒറ്റ റോഡ് പോലും ടാറിട്ട റോഡുകളില്ല, മൺ റോഡുകളാണ്. ഒരു ജീപ്പെങ്ങാനും വന്നു പോയാൽ അത്ഭുതകരമായതെന്തോ വന്നു എന്നുള്ള നിലയിൽ അതിൻ്റെ പുറകെ ഓടുന്ന ഓട്ടം. ആ നാട്ടിൽ മുഴുവൻ കരിമ്പാണ്. ആ കരിമ്പൊക്കെ വെട്ടി അന്ന് യാത്രാ മാധ്യമങ്ങളെന്ന് പറയുന്നത്, എൻ്റെ കുഞ്ഞിലെ കാലമാണ് ഞാനീ പറയുന്നത്, കരിമ്പാണ്. കാളവണ്ടിയുടെ പുറകിൽ മലപോലെ കരിമ്പും കെട്ടുമായിട്ട് പോവുകയാണ്. ഇപ്പോൾ കാളവണ്ടിക്കാരൻ കാളെ അടിച്ചുകൊണ്ട് പോകുന്നു, പുറകിൽ മലപോലെ കരിമ്പിരിക്കുന്നു, പുറകിൽ നടക്കുന്ന ഒന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. കുഞ്ഞുങ്ങളായി ഞങ്ങൾ ചെന്ന കരിമ്പ് വലിച്ചൂരി അദ്ദേഹത്തെ കബളിപ്പിച്ച് ആ സന്തോഷത്തിൽ കരിമ്പ് വെട്ടി തിന്നുന്ന രംഗം ഇപ്പോഴും ഞാൻ വല്ലപ്പോഴും ഒക്കെ ഓർക്കും. എത്ര പെട്ടെന്ന് കാലം പോയല്ലേ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നിങ്ങളുടെ പ്രായം ഒന്ന് ചിന്തിച്ചിട്ടേ എത്ര പെട്ടെന്ന് സമയം പോയതെന്ന് ഓർത്തേ. നിങ്ങൾ വേറെ ഒന്നിനും ദൈവത്തിന് സ്തോത്രം പറഞ്ഞില്ലേലും ഈ കാലത്തിൽ ജീവിക്കാൻ പറ്റിയതിന് തന്നെ ദൈവത്തിന് സ്തോത്രം പറയണം. എന്തോ നല്ല പാൻറ് ഷർട്ടും ഒക്കെയാണ് നമ്മൾ ഇട്ടേക്കുന്നേ അല്ലേ? എന്തോ നല്ല സാരി, ചുരിദാറ്. റോഡിൽ എത്ര മനോഹരമായ വാഹനങ്ങളാണ് നിരത്തിയിട്ടിരിക്കുന്നത്, എത്ര മനോഹരമായ വീടുകളാണ് നമുക്കുള്ളത്. എന്തോ നല്ല ഫുഡാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത്. പ്രത്യേകിച്ച് ഞായറാഴ്ച വിശപ്പ് കൂടുതലാണെന്ന് എനിക്കറിയാം അല്ലേ? ഉച്ചയ്ക്ക് എന്ത് മനോഹരമായ ഫുഡാണ് കഴിച്ചത്. ഇനി രാത്രിയിൽ അത്താഴത്തിന് എത്ര മനോഹരമായ ഫുഡാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കോട്ടയത്ത് ചെന്നാൽ കിട്ടാത്ത എന്ത് ആഹാരമാണ് ഉള്ളത്. ഒരു ഫുഡും കഴിക്കാൻ ഗൾഫിലേക്കൊന്നും പോകണ്ട, അവിടുത്തേതാണ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മന്തിക്ക് തന്നെ എന്തെല്ലാം പേരുകളാണ്. ഏതെല്ലാം രാജ്യങ്ങളുടെ പേരുണ്ടോ ആ രാജ്യങ്ങളുടെ മുഴുവൻ പേരിലുള്ള മന്തികളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ആദ്യം കുഴിമന്തി കേട്ടോ, വേറെ മന്തിയുടെ കാര്യമല്ല, കുഴിമന്തി എന്നൊക്കെ പറഞ്ഞ് ഓരോ രാജ്യങ്ങളുടെ പേര്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, കൈ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കഴിക്കാൻ കിട്ടാത്തത് എന്താ ഉള്ളത്? ഒരു 10-200 കൊല്ലം മുമ്പെങ്ങാനും ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ഈ നല്ല വസ്ത്രം, നല്ല വാഹനം, നല്ല പാർപ്പിടം, നല്ല ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമായിരുന്നു. അന്നത്തെ മനുഷ്യരെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ജനിച്ചു, ജീവിച്ചു, മരിച്ചു എന്നുള്ളതല്ലാതെ വേറെന്താ? പക്ഷെ ഇത്രേ സുഖസൗകര്യങ്ങൾ അനുഭവിക്കാൻ പറ്റിയൊരു കാലത്ത്
ജീവിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നല്ലോ. നാം ഏത് കാലത്ത് ജീവിച്ചിരിക്കണം എന്നുള്ളതും നമ്മുടെ തീരുമാനശേഷിയിൽപ്പെട്ട കാര്യമായിരുന്നില്ല, അതും ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമായിരുന്നു. എത്ര പേർ എന്നോട് ചേർന്ന് ആദരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറയും, കർത്താവേ ഈ സുഖം നമുക്ക് ഇല്ലാത്തത് ഓർത്ത് പിറുപിറുക്കുകയും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ മാതാക്കളേക്ക് ഒന്ന് ഓർക്കണം പ്രിയരെ. ഇതിൻ്റെയൊക്കെ ഒരംശം പോലും അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്നാൽ ദൈവമേ, ഇല്ലാത്തതിനെ കുറിച്ച് പൊട്ടിത്തെറിക്കുകയല്ല, ഇത്രയൊക്കെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ അവസരം തന്നതിൽ ദൈവത്തിന് സ്തോത്രമെന്ന് ഇന്ന് രാത്രി നിറഞ്ഞ മനസ്സോടെ കരമുയർത്തിപ്പിടിച്ചെന്ന് പറയാൻ മനസ്സുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പം ഞാൻ ഈ എൻ്റെ പ്രായമൊക്കെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം അമ്മയുടെ അടുക്കൽ നേരിട്ട് ചെന്ന് അപ്പൻ്റെ അടുക്കൽ നേരിട്ട് എന്ന് കാര്യം പറയാൻ പറ്റിയാൽ. അന്ന് ഈ സ്ലേറ്റ് എന്നും പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കാണാൻ പോലും ഇല്ല. ഒരു സ്ലേറ്റൊക്കെ മേടിച്ച് തന്നാൽ ഇത്ര മാസങ്ങൾ ഉപയോഗിക്കണമെന്നൊരു കടുത്ത നിബന്ധനയൊക്കെ ഉണ്ട്. പക്ഷെ അറിയാതെ കൂട്ടുകാരുമാക്കിയായിട്ട് വഴക്ക് പിടിച്ചും ഒക്കെ ആ സ്ലേറ്റ് പൊട്ടിപ്പോകും. പൊട്ടിയ സ്ലേറ്റ് അപ്പം കാണാതിരിക്കാൻ മറച്ചു പിടിച്ചുകൊണ്ട് പോകുന്ന ആ രംഗം. കല്ല് പെൻസിലുണ്ടല്ലോ സ്ലേറ്റിൽ എഴുതുന്നത്, അത് എഴുതി അത് തീർന്ന് പിന്നെ ആ കൈത്തുമ്പിലെ വിരലിൻ്റെ തുമ്പിലെ തഴമ്പും കൂടെ വന്ന് കഴിയുമ്പോഴാണ് അമ്മേ അല്ലേ. അപ്പോൾ ഈ മക്കൾക്ക് നേരിട്ട് എന്ന് അപ്പൻ്റെ അടുക്കൽ കാര്യം പറയാൻ പറ്റിയില്ല. അമ്മ വഴി വേണം കാര്യം അവതരിപ്പിക്കാൻ. അമ്മയ്ക്കും അങ്ങനെ നേരിട്ട് എപ്പോഴും ചെന്ന് പറയാൻ പറ്റിയില്ല. അപ്പൻ്റെ ഭാവഭേദങ്ങളൊക്കെ മനസ്സിലാക്കി വളരെ തന്മയത്വത്തോടെ വേണമായിരുന്നു. ഗതി എന്തായി മാറും? ഇപ്പൊ സ്നേഹമുള്ളത് സത്യമാണെങ്കിൽ അത് അകത്തൊളിപ്പിക്കാനുള്ളതല്ല, അത് പരസ്യമായി വെളിപ്പെടുത്താനുള്ളതാണ്. ഇതുപോലെ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹവും മറയപ്പെട്ട സ്നേഹമല്ല. സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകുന്നത് പോലെ പരസ്യമായി വെളിപ്പെടുത്തപ്പെട്ട സ്നേഹമാണ് ദൈവസ്നേഹം. ദൈവം വെളിപ്പെടുത്തിയ രണ്ട് മേഖലകൾ പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരാം. ഒന്ന്, ദൈവം മാനവവർഗത്തോടുള്ള തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയ മേഖല യേശു ക്രിസ്തുവിൻ്റെ ജഡത്തിലെ വെളിപ്പാടാണ്. ഞാൻ ഒത്തിരി ഉദാഹരണം പറയുന്ന ആളല്ല, പക്ഷേ ഒരു ഗ്രാമീണ ഭാഷയിൽ ഇത് നിങ്ങളുടെ അകത്തേക്കൊന്ന് തരാൻ ഒരു ഉദാഹരണം പറയുകയാണ്. പാമ്പാടിയിൽ ഒരു ജെസ്സി ഉണ്ടെന്നിരിക്കട്ടെ, ദൈവത്തെ ഓർത്ത് ഏതെങ്കിലും ജെസ്സിമാരുണ്ടെങ്കിൽ എന്നോട് പിണങ്ങരുത്. യോഗം കഴിയുമ്പോൾ ബോധപൂർവം എൻ്റെ പേര് പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിക്കാൻ വരരുത്. ഏതെങ്കിലും ഒരു പേര് പറയണ്ടേ, അക്കൂട്ടത്തിലൊരു പേര് പറഞ്ഞെന്നേ ഉള്ളൂ. ജെസ്സി നമ്മുടെ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. ഒരു ഭേബ അമ്മയും കുഞ്ഞിനെയും കണ്ടിട്ട് തിരിച്ച് പാമ്പാടിയിൽ വന്ന് ബസ് ഇറങ്ങി ഇങ്ങനെ നടന്നു വരുന്ന സമയത്തൊരു ഓമന ഭേബയെ കണ്ടു. ഭേബയോട് ചോദിച്ചു, ഭേബെ എവിടെ പോയത്? ഉടനെ പറഞ്ഞു, അമ്മാമ്മേ ഇന്നിടത്തെ ജെസ്സി പ്രസവിച്ച് അമ്മയും കുഞ്ഞിനെയും കണ്ടി. അതറിഞ്ഞു കഴിയുമ്പം അടുത്ത ചോദ്യം നിർത്തേണ്ടതാണ്. പക്ഷെ ചില ഓമനമാരെ കിട്ടിയാൽ അന്നത്തെ ദിവസം പോക്കാണ്. അടുത്ത ചോദ്യം, കൊച്ചു വെളുത്തതാണോ കറുത്തതാണോ? വെളുത്തതാണെന്നെങ്ങാനും പറഞ്ഞാൽ കുശുമ്പ് മൂത്തിട്ട് ചോദിക്കുന്ന അടുത്ത ചോദ്യം, ചെവി വെളുത്തതാണോ കറുത്തതാണോ? എമ്പടി മുടിയുണ്ടോ മുടിയില്ലേ? എൻ്റെ പൊന്നു കുഞ്ഞേ, അവരുടെ അപ്പം വീട്ടുകാരായിട്ട് അല്പം മൂക്ക് നീണ്ടോരാ. കൊച്ചിൻ്റെ മൂക്ക് എങ്ങനെ, നീണ്ടതാണോ പരന്നതാണോ? എന്തെല്ലാം കാര്യങ്ങൾ കിള്ളിക്കിഴിഞ്ഞ് ചോദിച്ചാൽ ചില മനുഷ്യർക്ക് ഒരു സ്വസ്ഥതയുണ്ടാകുന്നത്. കുഞ്ഞാണാണോ പെണ്ണാണോ വെളുത്തതാണോ കറുത്തതാണോ? ധാരാളം കാര്യങ്ങൾ കിള്ളിക്കിഴിഞ്ഞ് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ എത്ര കിള്ളിക്കിഴിഞ്ഞ് ചോദിക്കുന്നവരാണെങ്കിലും ആ കുഞ്ഞിനെ എന്നാ തുണി കൊണ്ടാ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അല്ല. ആരെങ്കിലും അങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു തുണി കൊണ്ട് പൊതിഞ്ഞു പിടിക്കും. അതെടുത്ത് ചോദിക്കത്തക്ക പറയത്തക്ക സവിശേഷതയുള്ള കാര്യമല്ല, അത് കേവലം സാമാന്യ കാര്യം മാത്രമാണ്. എന്നാൽ ഒരു നവജാത ശിശുവിൻ്റെ കാര്യത്തിൽ മാത്രം ആധികാരിക ചരിത്രരേഖയുണ്ട് അദ്ദേഹത്തെ എങ്ങനെ കിടത്തിയതെന്ന്. രണ്ട് വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യവും 12-ാമത്തെ വാക്യവും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും.
ശീലകൾ ചുറ്റി വഴിയമ്പല ആദ്യം തൊട്ട് ഒന്നുകൂടെ വായിക്കണം. അവൾ ആദ്യ ആറാം വാക്യം. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിലുള്ള കാലം തികഞ്ഞു. അടുത്തത്, അവൾ ആദ്യജാതനായ മകനെ അടിവരയിട്ടോണം. അവൾ ഏകജാതനായ മകനെ പ്രസവിച്ചെന്നല്ല, അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. അടുത്തത്, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. 12ാമത്തെ വാക്യം, നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. നിങ്ങൾക്കടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തപ്പെട്ടിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. എൻ്റെ സഹോദരങ്ങളെ, ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു തുണി കൊണ്ട് ചുറ്റി പൊതിഞ്ഞു പിടിക്കുക അതെടുത്ത് പറയത്തക്ക ചോദിക്കത്തക്ക സവിശേഷതയുള്ള കാര്യമല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് വിശുദ്ധ തിരുവഴുത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുമ്പോൾ 2 പ്രാവശ്യം എടുത്തുദ്ധരിച്ചത് ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തി? നിങ്ങൾക്കടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തപ്പെട്ടിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? ഈ ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് കിടത്തപ്പെട്ട നവജാത ശിശുവുണ്ടല്ലോ, ഇദ്ദേഹം പണ്ട് ഇങ്ങനെയായിരുന്നില്ല. പിന്നെ എങ്ങനെയായിരുന്നു അദ്ദേഹം? 104-ാം സങ്കീർത്തനം വളരെ പെട്ടെന്ന് എടുക്കാം. 104-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. എത്ര പേർക്ക് നല്ല ആമേൻ പറയാൻ കഴിയും? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് ഏറ്റവും വലിയവൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങ് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ അങ്ങ് പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. മഹത്വം അണിഞ്ഞിരുന്ന കർത്താവ്, തേജസ് അണിഞ്ഞിരുന്ന കർത്താവ്, വസ്ത്രം ധരിക്കും പോലെ പ്രകാശത്തെ ധരിച്ചിരുന്ന പ്രിയ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. തന്റെ മഹത്വവും തന്റെ തേജസ്സും തന്റെ പ്രകാശവും വേണ്ടെന്ന് വെച്ച് ഒരു കാലിത്തൊഴുത്തിൽ ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് കിടത്തപ്പെട്ടു. ഇന്ന് രാത്രി രക്ഷിതാവിനോട് ചോദിക്കാം, യേശുവേ, അങ്ങയുടെ തേജസ്സും അങ്ങയുടെ മഹത്വവും അങ്ങയുടെ പ്രകാശവും വേണ്ടെന്ന് വെച്ചിട്ട് ഒരു കാലിത്തൊഴുത്തിൽ ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് കിടത്തപ്പെടുവാൻ അങ്ങയെ പ്രേരിപ്പിച്ച പ്രേരക ശക്തി എന്താ? അതിനിന്ന് രാത്രി യേശു കർത്താവിന് പറയാനുള്ള മറുപടി, KJ തോമസേ, എൻ്റെ തേജസ് വേണ്ടെന്ന് വെക്കാൻ, എൻ്റെ മഹത്വം വേണ്ടെന്ന് വെക്കാൻ, എൻ്റെ പ്രകാശം വേണ്ടെന്ന് വെക്കാൻ, എന്നിട്ടൊരു കാലിത്തൊഴുത്തിൽ ശീലകൾക്കകത്ത് പൊതിയപ്പെട്ട് കിടത്തപ്പെടാൻ എന്നെ പ്രേരിപ്പിച്ച പ്രേരക ശക്തി നിന്നോടുള്ള എൻ്റെ സ്നേഹമാണ്. അവർണ്ണനീയമായ സ്നേഹത്തിന് ഇന്ന് രാത്രി ആരാധന എന്ന് പറയാൻ, ആർത്ത് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള പ്രിയപ്പെട്ടവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സഹോദരങ്ങളെ, അല്പം കൂടെ ആഴത്തിൽ നിങ്ങൾക്ക് ആ പദം ഞാൻ മനസ്സിലാക്കി തരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കേണ്ട 6-ാം അധ്യായത്തിന്റെ 1 മുതൽ. ഉസ്സിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ്, യോഹന്നാന്റെ സുവിശേഷം 12:41 എടുത്തു വെച്ചേക്കണം. യെശയ്യാ 6:1 മുതൽ. ഉസ്സിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സാറാഫുകൾ അദ്ദേഹത്തിന് ചുറ്റും നിന്നു. 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ഒരുവനോട് ഒരുവൻ പറഞ്ഞ് ആർത്താർപ്പിടുകയാണ്. അവരുടെ ആർപ്പിന്റെ ശബ്ദത്താൽ ആലയത്തിന്റെ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങുന്നു. ആ സിംഹാസനത്തിലിരിക്കുന്ന വ്യക്തിപ്രഭാവത്തിന്റെ തേജസ് മുഴുപ്രപഞ്ചത്തിലും വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു, ആ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന സാറാഫുകൾ 2 കൊണ്ട് പാദം മൂടി, മുഖം മൂടി, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്താർപ്പിടുന്ന മുഴുവൻ പ്രപഞ്ചത്തിലും തന്റെ മഹത്വം വെച്ചിട്ടുള്ള ആ വ്യക്തിത്വം ആരാണ്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 41-ാമത്തെ വാക്യം. യെശയ്യാവ് അവന്റെ തേജസ്സ് കണ്ടു. അടുത്തത്, അവനെ കുറിച്ച് സംസാരിച്ചു. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് തിരിയുന്നുണ്ട്? യെശയ്യാവ് അവന്റെ തേജസ്സ് കണ്ടു എന്ന് യോഹന്നാൻ ഇവിടെ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ തേജസ് യെശയ്യാവ് കണ്ടതാണ്. എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചെന്നാണ്. എപ്പോഴാണ് യെശയ്യാവ് യേശുവിന്റെ തേജസ് കണ്ടത്? എങ്ങനെയാണ് കണ്ടത്? ഉസ്സിയ രാജാവ് മരിച്ചയാണ്ടിൽ കണ്ടു. എങ്ങനെ കണ്ടു?
ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി കണ്ടു. എങ്ങനെ കണ്ടു? സറാഫുകൾ രണ്ടുകൊണ്ട് പാദം മൂടി മുഖം മൂടി രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്താരാധിക്കുന്നവനായി കണ്ടു. എങ്ങനെ കണ്ടു? മുഴു പ്രപഞ്ചത്തിലും തന്റെ മഹത്വം വയ്ക്കപ്പെട്ടവനായി കണ്ടു. ഇന്ന് രാത്രി യേശു കർത്താവിനോട് ചോദിക്കുക, എൻ്റെ പ്രിയ കർത്താവേ, ഉയർന്നും പൊങ്ങിയുമുള്ള അങ്ങയുടെ സിംഹാസനവും അനന്തകോടി ദൂതന്മാരെയും അവരുടെ ആരാധനയെയും സ്വർഗത്തെയും മഹത്വത്തെയും വേണ്ടെന്ന് വെച്ചിട്ട് ഒരു കാലിത്തൊഴുത്തിൽ ശീലകൾക്കകത്ത് ചുറ്റപ്പെട്ട് കിടത്തപ്പെടാൻ അങ്ങയെ പ്രേരിപ്പിച്ച പ്രേരക ഘടകം എന്തേ? അതിനിന്ന് രാത്രി യേശു കർത്താവിന് പറയാനുള്ള മറുപടി, KJ തോമസേ, എൻ്റെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനവും അനന്തകോടി ദൂതന്മാരെയും അവരുടെ ആരാധനയെയും, എന്തിനേറെ പറയുന്നു, സ്വർഗത്തെ പോലും വേണ്ടെന്ന് വെച്ചിട്ട് ഒരു കാലിത്തൊഴുത്തിൽ ശീലകൾക്കകത്ത് പൊതിയപ്പെടാൻ എന്നെ പ്രേരിപ്പിച്ച പ്രേരക ഘടകം നിന്നോടുള്ള എൻ്റെ സ്നേഹമാണ്. ഇന്ന് രാത്രി അവർണ്ണനീയമായ ആ സ്നേഹത്തിന് ആരാധന എന്ന് പറയാനല്ലേ ഞാനും നിങ്ങളും ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അണപൊട്ടി ഒഴുകുന്ന ആവേശത്തിൽ ആ ദൈവ സ്നേഹത്തിന് ആരാധന എന്ന് പറയാൻ മനസ്സുള്ള അഭിഷക്തന്മാർ, മനസ്സുള്ള ദൈവമക്കൾ അവരുടെ കരമുയർത്തി ഒരിക്കൽ കൂടി രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടേ എനിക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. മഹാദൈവം ആരാണെന്ന് മനുഷ്യന് ബോധ്യമാകാൻ ദൈവത്തെ മനുഷ്യന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മനുഷ്യന്റെ പരിമിതിയിൽ ദൈവത്തെ മനസ്സിലാക്കേണ്ടുന്നതിന് ദൈവം തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ദൈവം അങ്ങനെയാണെന്നല്ല, മനുഷ്യന് മനസ്സിലാകാൻ ദൈവം അങ്ങനെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നതാണ്. അതിലൊന്നാണ് ദൈവം പറയുന്നത് പ്രവാചകനിലൂടെ, സ്വർഗമെൻ്റെ സിംഹാസനമാണ്, ഭൂമി എൻ്റെ പാദപീഠമാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കാല് സ്വർഗം മുതൽ ഭൂമി വരെ നീണ്ടു വന്ന് കിടക്കുന്നു എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ വലിപ്പം പരിമിതനായ മനുഷ്യന് മനസ്സിലാകാൻ ദൈവം അങ്ങനെ ദൈവത്തെ പരിചയപ്പെടുത്തുന്നതാണ്. സ്വർഗം എൻ്റെ സിംഹാസനമാണ്, ഭൂമി എൻ്റെ പാദപീഠമാണ്. അതുകൊണ്ടാണ് യെരൂശലേം ദൈവാലയം സമർപ്പിക്കും അളവിൽ ശലോമോൻ വിളിച്ചു പറയുന്നത്, ദൈവമേ, അറിയാവുന്നവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ, അങ്ങ് സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങിയിരിക്കുന്നവനല്ല. വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന, നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന മഹാദൈവത്തെ ഈ പ്രപഞ്ചത്തിലെങ്ങും ഒതുക്കാൻ കഴിയില്ല. അങ്ങനെ ഒതുങ്ങുന്ന ദൈവവുമല്ല. സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങിയിരിക്കാത്തവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമായവൻ, ഏറ്റവും ഭാഗ്യവതിയായ കന്യക മറിയാമിന്റെ ഗർഭപാത്രത്തിനകത്ത് ഒരു മനുഷ്യ കുഞ്ഞായി തന്നെത്താൻ ഒതുങ്ങി. ഇന്ന് രാത്രി രക്ഷിതാവിനോട് ചോദിക്കാം, ഈ അഖിലാണ്ട കടാകത്തിലെങ്ങും ഒതുങ്ങാത്ത സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമായ സർവശക്തനായ സർവവ്യാപിയായ മഹാദൈവമേ, ഏറ്റവും ഭാഗ്യവതിയായ കന്യക മറിയാമിന്റെ ഗർഭപാത്രത്തിനകത്ത് ഒരു മനുഷ്യ കുഞ്ഞായി എങ്ങനെ അങ്ങ് ഒതുങ്ങാൻ കഴിഞ്ഞു? അതിനിന്ന് രാത്രി എൻ്റെ കർത്താവിന് പറയാനുള്ള മറുപടി, അഖിലാണ്ട ഘടാകത്തിലെങ്ങും ഒതുങ്ങാത്ത ഈ ബ്രഹ്മാണ്ട ഘടാകത്തിന്റെ സൃഷ്ടാവും നിയന്ത്രണാതാവും കാരണഭൂതനുമായ ഞാൻ ഒരു മനുഷ്യ കുഞ്ഞായി കന്യക മറിയാമിന്റെ അകത്ത് എന്നെ തന്നെ ഒതുക്കിയത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ് അധരം തുറന്ന് സ്തോത്രം പറയാൻ ഈ സ്തോത്രം മതിയോ പ്രിയരെ? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന് മനുഷ്യവർഗത്തോടുള്ള ദൈവിക സ്നേഹം ദൈവം വെളിപ്പെടുത്തിയ ഒന്നാമത്തെ മേഖല യേശു ക്രിസ്തുവിന്റെ ജഡത്തിലെ വെളിപ്പാടാണ്. രണ്ട്, മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയ മേഖല യേശു ക്രിസ്തുവിന്റെ ക്രൂശും മരണമാണ്. റോമാലേഖനം 5-ാം അധ്യായം 7-8 വാക്യങ്ങളൊന്ന് വായിക്കാമോ? റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. അടുത്തത് ക്രിസ്തുവോ. എല്ലാവരും സ്തോത്രം ചെയ്ത് പറഞ്ഞേ, ക്രിസ്തുവോ
നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. കരമുയർത്തിയുടെ നല്ല ആമേനെന്ന് പറയാമോ? അയ്യോ, പൗലോസിന്റെ ഓരോ പ്രയോഗങ്ങൾ എത്ര ഗൗരവമുള്ളതാണ് അല്ലേ. ഒന്നാമത്തെ ചിന്ത കണ്ടോ, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. എന്താ അതിന്റെ അർത്ഥം? നീതിമാന് വേണ്ടി ആരും മരിക്കുകയില്ല. എന്താ നീതിമാന് വേണ്ടി ആരും മരിക്കാത്തത്? നീതിമാനെ ആർക്കും ഇഷ്ടമല്ല. ഒരു നല്ല ആമേൻ പറ. ഉള്ളതുപോലെ പറയുന്നവരെ നേരെ പോ എന്ന് ചിന്തിക്കുന്നവരുടെ ഇടയിൽ വർദ്ധിച്ചു വരികയാണ്. എല്ലാവരെ കൊണ്ടും ഞാൻ നല്ലവനാണെന്ന് പറയിപ്പിക്കാൻ, നല്ലവളാണെന്ന് പറയിപ്പിക്കാനുള്ള വ്യഗ്രതയല്ല ക്രിസ്തീയ ജീവിതം. ദൈവം തന്ന പ്രമാണത്തിലും മനസാക്ഷിക്കും മലിനതയുണ്ടാകാതെയും ദൈവത്തെ പ്രസാദിപ്പിച്ച് സത്യത്തിന് വേണ്ടി നിൽക്കുന്നതാണ് ശരിയായ ആത്മീക മൂല്യമെന്ന് ഇന്ന് രാത്രി എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞു പറയാൻ മനസ്സുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പൗലോസ് ഇവിടെ പറയുകയാണ്, നീതിമാന് വേണ്ടി ആരും മരിക്കുകയില്ല. കാരണം നീതിമാനെ ആർക്കും ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ യുവതലമുറയുടെ ഭാഷയെ പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് ദുർഗുണൻ. ഏത് മേഖലയിൽ ചെന്നാലും അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഒരു പേരാണ്, ദുർഗുണനാണ്. രണ്ടാമത്തേത്, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും എന്ന് പറഞ്ഞാൽ ആശയം എന്താ വ്യക്തമാക്കാം. ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ വന്നു. ലൈവൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് സങ്കടമുണ്ട് ഇങ്ങനെ പറയുന്നതിൽ. കാരണം ഈ സന്ദർഭത്തിൽ നിന്ന് കാര്യങ്ങൾ അടർത്തി മാറ്റിയാൽ മൊത്തം കുഴയും. അതുകൊണ്ട് സന്ദർഭത്തിൽ നിന്ന് ആരും അടർത്തി മാറ്റരുത്. ഞാൻ പറയുന്നത് മൊത്തം വിശദമായിട്ട് കേട്ടോളാം. ഞാൻ കുമ്പളിയിൽ നിന്ന് അങ്ങനെ ഒരു പൈസയുടെ ആവശ്യമൊന്നും എനിക്കില്ല കേട്ടോ. ദൈവകൃപയാൽ അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല, തരല്ലേ. അതല്ല ഞാൻ ഈ പറയുന്നത്. ഉദാഹരണം പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക്. ഞാൻ കുമ്പളിയിൽ നിന്ന് പാമ്പാടിയിൽ ഇവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, KJ തോമസ് വാസ്തേ കുമ്പളിയിൽ നിന്ന് മലയിറങ്ങി വന്നതല്ലേ, എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഞാൻ ഫെബ്രുവരി മാസം 15-ാം തീയതിക്ക് മുമ്പ് താങ്കൾക്ക് 2 ലക്ഷം രൂപ ഗിഫ്റ്റ് തരാൻ പോവാം. ആ മനുഷ്യൻ എനിക്ക് ഗുണവാനായി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഗുണവാനെ വെറുതെ വിടുമെന്ന്? ഒട്ടിയും പറ്റിയും തട്ടിയും മൂട്ടിയും നിഴൽ പോലെ ആ മനുഷ്യൻ്റെ കൂടെ നടന്ന് ഞാൻ പറയും, എൻ്റെ പൊന്നച്ഛ, കഴിഞ്ഞ 25 വർഷമായി ഞാൻ സുവിശേഷ വേല ചെയ്യുക, ആരും ഇതുവരെ ഇങ്ങനൊരു ഓഫർ എനിക്ക് വെച്ചിട്ടേ ഇല്ല. അച്ഛൻ സാധാരണ അച്ഛനല്ല, പൊന്നച്ചായന. ഞാനും ഗുണവാനും കൂടെ ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോഴേ നാട്ടുകാർ ചിലർ അങ്ങേരെ എടുത്തിട്ട് തല്ലാൻ നേരത്ത് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വക്കാലത്ത് പിടിച്ച് തല്ലാൻ വന്നവരോട് പറയുകയാണ്, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, ഈ മനുഷ്യനെ തന്നെ തല്ലാനാണോ വന്നത്? ഇത്രയും നല്ലൊരു മനുഷ്യനെ നിങ്ങൾക്ക് എങ്ങനെ തല്ലാൻ തോന്നി? ഒന്നുകൂടെ ഒന്ന് നോക്ക്, ആള് മാറി തല്ലുന്നതാണോ? തല്ലല്ലേ കൊല്ലല്ലേ അച്ചാനെ വെറുതെ വിടണേ, തല്ലല്ലേ കൊല്ലല്ലേ വെറുതെ വിടണേ, ആള് മാറിയതാണോ അല്ലയോ എന്ന് ഒന്നുകൂടെ നോക്ക് എന്നൊക്കെ പറഞ്ഞ വക്കാലത്തിന് ചെല്ലുന്നത് അമ്പമ്പോ ആ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടല്ല. ഫെബ്രുവരി മാസം 15-ാം തീയതിക്ക് മുമ്പ് നാട്ടുകാർ അങ്ങേരെ തല്ലിക്കൊന്നാൽ എൻ്റെ 2 ലക്ഷം പോക്കാം. നേരെ മറിച്ച് ആ 2 ലക്ഷത്തിൻ്റെ ഓഫർ അദ്ദേഹം എനിക്ക് വെച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തല്ലുവോ കൊല്ലുവോ? അങ്ങേരുടെ കയ്യിലിരിപ്പ് അങ്ങനായതുകൊണ്ടായിരിക്കും തല്ല് മേടിച്ചോട്ടെ, എനിക്ക് എൻ്റെ തടി രക്ഷിച്ചുകൊണ്ട് വീട്ടിൽ പോകണമെന്നേ ഉള്ളൂ, ഞാൻ വക്കാലത്തിന് പോകില്ല. അതല്ലേ അതിൻ്റെ അർത്ഥം? നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, ഗുണവാന് വേണ്ടി പക്ഷേ മരിക്കാൻ തുനിയുമായിരിക്കും. എന്നാൽ മാനവവർഗം നീതിമാന്മാരായതുകൊണ്ടല്ല പ്രിയരെ. തിരുവെഴുത്ത് പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. കർത്താവായ യേശു മനുഷ്യനായി വന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി പിടഞ്ഞു മരിക്കത്തക്ക നിലയിൽ മനുഷ്യവർഗത്തിൽ ഇന്ന ഗുണഗണങ്ങളും ഉണ്ടായിരുന്നില്ല. ദൈവം ഞങ്ങളെ സ്നേഹിച്ചേ പറ്റൂ, ദൈവം ഞങ്ങളെ അംഗീകരിച്ചേ പറ്റൂ, ഞങ്ങൾ ഇന്ന ഗുണങ്ങൾ ഉണ്ടെന്ന് പറയാൻ മനുഷ്യ നിന്നിൽ യാതൊരു ഗുണവും ഉണ്ടായിരുന്നില്ല. നാം പാപികളായിരിക്കെ, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറയാമോ? നാം നീതിമാന്മാരല്ലാതിരിക്കെ, നമ്മൾ യാതൊരു ഗുണങ്ങളും ഇല്ലാതിരിക്കെ, ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് തിരുമനസ്സായി. ഈ സുവിശേഷ യോഗത്തിന്റെ 3-ാമത്തെ രാത്രി ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഞാൻ ഈ പന്തലിൽ ഉയർത്തുകയാണ്. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ പന്തിയോസ് പീലാത്തോസിന്റെ കൽത്തളത്തിനകത്ത് മുഴുവച്ചാല് പോലെ അടിച്ചു കീറപ്പെട്ട് മുൾക്കിരീടം തലയിൽ വയ്ക്കപ്പെട്ട് മുഖത്ത് തുപ്പലേൽക്കപ്പെട്ട് എൻ്റെ പ്രിയരെ ആ ക്രൂശിന്റെ ഒരു കഷണം ചുമന്ന് തലയോടിടുമെന്ന് ഗോൽഗോത്ത മലയെ ലക്ഷ്യമാക്കി വീണ്ടും എണ്ണീറ്റും നടന്നു നീങ്ങി രക്തത്തുള്ളികൾ ഇട്ടിട്ട് വീഴ്ത്തി തലയോടിടുമെന്ന ഗോൽഗോത്ത മലയുടെ മകളിൽ 2 കള്ളന്മാരുടെ
നടുവിൽ അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട് മുൾക്കിരീടം ചൂടിയ തല മറ്റൊരിടത്തും ചായ്ച്ചു വെക്കാൻ ഇടമില്ലാതിരുന്നത് കൊണ്ട് സ്വന്തം തോളോട് ചായ്ച്ചു വെച്ച് എന്റെ രക്ഷിതാവ് പ്രാണനെ വെടിഞ്ഞു. ഇന്ന് രാത്രി എന്റെ മാന്യ സുഹൃത്തെ, 2024 വർഷങ്ങൾക്ക് പിറകിൽ തലയോടിടമെന്ന ഗോൽഗോത്ത മലയുടെ മുകളിൽ ഉയർത്തപ്പെട്ട ക്രൂശും ആ ക്രൂശിൽ പിടഞ്ഞു മരിച്ച കർത്താവുമാണ് മാനവവർഗത്തോടുള്ള ദൈവത്തിന്റെ അതുല്യ സ്നേഹത്തിന്റെ ഉന്നത വെളിപ്പാടെന്ന് പറയാൻ എനിക്ക് ആയുസ് തന്ന ദൈവത്തിന്, ഒരവസരം കൂടെ തന്ന ദൈവത്തിന് ഇന്ന് രാത്രി ആ സന്ദേശം സുവിശേഷത്തിന്റെ പങ്കാളികളായി ഒരുമിച്ച് ദേശത്തോട് പറയാൻ നമുക്ക് അവസരം ഒരുക്കി തന്ന ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രമെന്ന് അഭിമാനത്തോടെ പറയാൻ മനസ്സുള്ള ദൈവമക്കളെ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മറക്കല്ലേ, മാനവവർഗത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയ ഉന്നതമായ മേഖല യേശു ക്രിസ്തുവിന്റെ ക്രൂശും മരണമാണ്. അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞതിന്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്? അതിന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെച്ചോണ്ടേ ഈ പന്തൽ വിട്ട് കടന്നു പോകാവൂ, ഈ ഗ്രൗണ്ട് വിട്ട് കടന്നു പോകാവൂ. എന്തിനാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്? ആ കുറിവാക്യം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ഒരു നല്ല ആമേൻ പറഞ്ഞ്, നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന്. അപ്പൊ 2 കാര്യത്തിനാ ദൈവം നമ്മെ സ്നേഹിച്ചത്. ഒന്ന്, നിത്യജീവൻ പ്രാപിക്കാൻ സ്നേഹിച്ചു. 2, നശിച്ചു പോകാതിരിക്കാൻ സ്നേഹിച്ചു. നിത്യജീവൻ തരാൻ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ആശയം എന്താണ്? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരിക്കലും തീരാത്ത ജീവിതമെന്നാണ്. പക്ഷെ വേദപുസ്തകം നിങ്ങൾ ശാന്തമായി പഠിച്ചാൽ നിത്യജീവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും തീരാത്ത ജീവിതം എന്ന അർത്ഥത്തിലല്ല. അതിന് മറ്റൊരു മാനമുണ്ട്. കാരണം സ്വർഗത്തിൽ മാത്രമല്ല ജീവിതം തീരാത്തത്, നരകത്തിലും ജീവിതം തീരുന്നില്ല. രണ്ടും നിത്യമാണ്. രണ്ടും നിത്യമാണെങ്കിൽ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നിത്യജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ ജീവൻ എന്താണെന്നറിയണം. ജീവൻ എന്താണെന്നറിയണമെങ്കിൽ മരണം എന്താണെന്നറിയണം. മരണം എന്ന് പറഞ്ഞാൽ വേർപാട് എന്നാണ്. മരണം വേർപാട് എന്നാണ് അർത്ഥമെങ്കിൽ ജീവൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരിക്കുക എന്നുള്ളതാണ്. 3 ജീവനുണ്ടെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു, 3 മരണവുമുണ്ടെന്ന് തിരുവെഴുത്ത് മനസ്സിലാക്കി തരുന്നു. ഒന്നാമത്തെ ജീവൻ ശാരീരിക ജീവനാണ്. എന്താണ് ശാരീരിക ജീവൻ? മനുഷ്യന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുമിച്ചിരിക്കുന്ന ഈ അനുഭവത്തിന് പറയുന്ന പേരാണ് ശാരീരിക ജീവൻ. അതിൻ്റെ നേരെ എതിരാണ് ശാരീരിക മരണം. എന്നാണ് ശാരീരിക മരണം? മനുഷ്യന്റെ ശരീരവും മനുഷ്യന്റെ ആത്മാവും തമ്മിൽ വേർപെടുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ശാരീരിക മരണം. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുക, ആത്മാവില്ലാത്ത ശരീരം നിർജീവമാകുന്നു. രണ്ടാമത്തേത് ആത്മീക ജീവൻ. എന്താണ് ആത്മീക ജീവൻ? സുബോധമുള്ളപ്പോൾ, ചിന്താശേഷിയുള്ളപ്പോൾ, മർത്യ ശരീരത്തിൽ ജീവന്റെ തുടിപ്പുകൾ ഉള്ളപ്പോൾ, സുവിശേഷ കേൾവിയാൽ പരിശുദ്ധാത്മ സഹായത്താൽ പാപബോധമുണ്ടായിട്ട് ദൈവവുമായുള്ള അഭേദ്യമായ ഒരു സ്നേഹ കൂട്ടായ്മ ബന്ധത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരാത്മീക തലമുണ്ട്. ആ തലത്തിന് പറയുന്ന പേരാണ് ആത്മീക ജീവൻ. ആ ആത്മീക ജീവൻ പ്രാപിച്ച ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഈ പദം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ആത്മീക ജീവൻ വെപ്പുപല്ലു പോലെ അല്ല. വെപ്പുപല്ല് എപ്പോഴൊക്കെ ഉണ്ട്? കല്യാണം, മാസയോഗം, ഉപവാസ പ്രാർത്ഥന, കൺവെൻഷൻ, 4 ആള് കൂടുന്നിടത്തെല്ലാം വെളുക്കച്ചിരിക്കാൻ ഇവനുണ്ട്. പക്ഷെ ആരും കാണാത്തപ്പോൾ ഇവൻ വല്ല ലായനയിലുമാണ്. 4 ആള് കൂടുന്നിടത്ത് കാട്ടിക്കൂട്ടുന്ന അഭിനയങ്ങളൊന്നുമല്ല
ആത്മീക ജീവിതത്തിൻ്റെ തെളിവ് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് ദൈവസ്നേഹ കൂട്ടായ്മയ്ക്കകത്ത് കഴിയുന്ന, കർത്താവ് പറഞ്ഞ ആ വാക്യം ഒന്നുകൂടെ പറയാം. യോഹന്നാൻ 15 1 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും, അറിയാവുന്നവരൊന്നും സ്തോത്രം ചെയ്ത് പറഞ്ഞ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും സാധിക്കില്ല. കർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യത്തെ പിരിയാൻ കഴിയാത്ത, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ കഴിയാത്ത, ദൈവ സാമീപ്യത്തിൽ നിന്ന് അകലാൻ കഴിയാത്ത കൊമ്പും മുന്തിരിവള്ളിയും എന്ന പോലെ കർത്താവുമായി ഈ മണ്ണിൽ നയിക്കാൻ കഴിയുന്ന ഒരാത്മീക തലമുണ്ടെൻ്റെ ശ്രോതാക്കളെ. അതാണ് ആത്മീക ജീവനെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേരത് കൊതിക്കുന്നുണ്ട്? എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇന്നലെയുടെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതമല്ല, എൻ്റെ കർത്താവിനെ എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയത്തക്ക നിലയിൽ എൻ്റെ രഹസ്യ ജീവിതത്തിലും എൻ്റെ പരസ്യ ജീവിതത്തിലും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും എന്നെ അറിയുന്ന ഒരു ദൈവത്തെ, എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തെ, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ പിരിയാൻ കഴിയാതെ ആ ദൈവവുമായുള്ള ആഴമായ സജീവമായ സ്നേഹ കൂട്ടായ്മ ബന്ധത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരാത്മീക അനുഭവം എനിക്ക് തരണമെന്ന് ഇന്ന് രാത്രി പന്തലിന്റെ കീഴിലിരുന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര അഭിഷക്തന്മാർ, എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവർ കരമടിച്ച് അധരങ്ങൾ തുറന്ന് ഒരുമിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാൻ കഴിയുന്ന, ലോകത്തെ, പാപത്തെ, ജഡത്തെ, പിശാചിനെ ജയിക്കാൻ കഴിയുന്ന, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി ഉയരുന്ന സകല ഉയർച്ചകളെയും പിടിച്ചടക്കാൻ കഴിയുന്ന, അതിനെ ജയിക്കാൻ കഴിയുന്ന ഒരാത്മ മണ്ഡലം ഇന്ന് രാത്രി തുറന്നു വരട്ടെ. പ്രസംഗിക്കുന്ന എൻ്റെ മേൽ, പ്രസംഗം കേൾക്കുന്ന നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അത് ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിന് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. അത് കൊതിക്കുന്ന ദൈവമക്കൾ, അത് പ്രതീക്ഷിക്കുന്ന ദൈവമക്കൾ, അതിനുവേണ്ടി സമർപ്പിക്കുന്ന അഭിഷക്തന്മാർ കരമടിച്ച് അല്പ നിമിഷം ഒരു 30 സെക്കൻഡ് ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ പന്തലിൽ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കുകയാണ്. നിനക്ക് നാളിതുവരെ ജയിക്കാൻ കഴിയാഞ്ഞ, നിനക്ക് 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 കീഴ്പ്പെടുത്താൻ കഴിയാഞ്ഞ, ചിലതിനെ ജയിക്കാൻ കഴിയുന്ന, ചിലതിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവ ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് പരിശുദ്ധാത്മാവ് അയക്കുകയാണ്. കരമടിച്ച് അധരങ്ങൾ തുറന്ന് അല്പനിമിഷം ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യും. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായൊരു നിയോഗം എനിക്ക് തരുന്നു. നിനക്ക് കുടഞ്ഞെറിയാൻ കഴിയാത്ത, നിനക്ക് ജയിക്കാൻ കഴിയാത്ത, ചിലതിനെ ജയിക്കാൻ കഴിയുന്ന, ചിലതിനെ കുടഞ്ഞെറിയാൻ കഴിയുന്ന, ചിലതിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന, ചില ബന്ധങ്ങളോട് വിട പറയാൻ കഴിയുന്ന ഒരു ദൈവ ശക്തി, ദൈവ കൃപ, പരിശുദ്ധാത്മ ശക്തി ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് അയക്കുകയാണ്. മുറുകെ പറ്റുന്നത് പോലെ ഇന്ന് രാത്രി നിന്നെ വരിഞ്ഞു മുറുക്കിയ, നിന്നെ കൊണ്ട് പോകൂ, ഈ ശീലം, ഈ ദുശീലം, ഈ സ്വഭാവം നിന്നെ കൊണ്ട് പോകൂ എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കുന്ന പൈശാചിക മണ്ഡലം ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ അഴിഞ്ഞ് മാറുകയാണ്. ആത്മനിയോഗത്തോടെ സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? 2 ആത്മീക മരണം. നിന്റെ നേരെ എതിരാണ് ആത്മീക മരണം. ചിന്താശേഷിയും സുബോധവും ഉള്ളപ്പോൾ ഒത്തിരി വചനം കേട്ടിട്ടും പരിശുദ്ധാത്മാവ് ഒത്തിരി അവസരം തന്നിട്ടും ബോധപൂർവം സുവിശേഷ സത്യങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്ന അനുഭവമാണ് ആത്മീക മരണം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കത് സംഭവിക്കല്ലേ?
സുവിശേഷ സത്യങ്ങൾ എത്ര പ്രാവശ്യം മുഴങ്ങി, പരിശുദ്ധാത്മാവ് എത്ര പ്രാവശ്യം സംസാരിച്ചു, എത്ര അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടി. പക്ഷേ പല കാരണങ്ങളാൽ, അത് ആത്മാഭിമാനമെന്ന ദുരഭിമാനങ്ങളാകാം, മനുഷ്യരെ ഭയന്നാകാം, എന്തുമാകട്ടെ, ഇന്ന് രാത്രി ആരെങ്കിലും സുവിശേഷ സത്യങ്ങളിൽ നിന്ന് ബോധപൂർവം അകന്നു മാറിയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ആ അകൽച്ചകളെയൊക്കെ മാറ്റി ചിലരെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്ന, ചിലരുടെ ആത്മീക മരണം മാറ്റി ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുന്ന ദൈവിക പ്രവാഹമായി, ദൈവപ്രവൃത്തിയായി ഈ ദിവസങ്ങളിലെ യോഗം തീരുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? ശരീരത്തിന് വളരെ ക്ലേശങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ വന്ന് ശബ്ദമെടുക്കാൻ കഴിയാത്ത നിലയിൽ അസാധാരണമായ വേദനയും ക്ഷീണവും ഞാൻ അനുഭവിക്കുന്നു. എന്നിട്ടും വേദനയില്ലാത്തവനെ പോലെ, ക്ഷീണമില്ലാത്തവനെ പോലെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് ഈ വചനം പ്രസംഗിക്കാൻ കാരണം എനിക്കുറപ്പുണ്ട്, സുവിശേഷത്താൽ ഇപ്പോൾ ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുന്നു. മരണത്തിന്റെ, ആത്മീക മരണത്തിന്റെ കെട്ടുപൊട്ടിച്ച് ജീവനും അക്ഷയതയും വെളിപ്പെടുത്താൻ വചനത്തിന് ശക്തിയുണ്ട്, സുവിശേഷത്തിന് ശക്തിയുണ്ട്. മൂന്നാമത്തേത് നിത്യജീവൻ. എന്താ നിത്യജീവൻ? നിത്യജീവൻ എന്താന്ന് ഞാൻ പറയാം. അതിനു മുമ്പൊന്ന് ചിന്തിച്ച്, എന്തിനാ നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്? സ്വർഗത്തിൽ എന്തിനു പോകുന്നു? മറുപടി KJ തോമസ് പാസ്റ്റർ, അത് എന്തൊരു ചോദ്യം! മുത്ത്, പവിഴം, മാണിക്യം, മരതകം, ഗോമേതകം, ഇന്ദ്രനീലം എന്നിങ്ങനെ നഗവർണികളാൽ തീർത്ത സ്വച്ഛ സ്ഫടിക തുല്യമായ തങ്കത്താഴിക കുടങ്ങളോടുകൂടിയ പുത്തനാം യെരൂശലേം അവിടെ. ഇപ്പം ചിലർ സ്വർഗത്തിൽ പോകുന്നത് പുത്തനാം യെരൂശലേം കാണാനാണ്. വേറെ ചിലർ സ്വർഗത്തിൽ പോകുന്നത് മരിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കൾ അവിടെ ഉള്ളത് കൊണ്ട്, വിശുദ്ധമതികളുടെ ഉണ്ട്. വേറെ ചിലർ പോകുന്നത് സ്വർണ്ണ തെരുവീതി ഉള്ളതുകൊണ്ട്. എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട് ചില യോഗങ്ങളിൽ. നിന്മരണം കൊണ്ട് എൻ്റെ വണ്ണരകം നീ അകറ്റി എന്നൊക്കെ പാടുമ്പോഴല്ലോ കൂർക്കം വലിച്ച് ഉറങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പൊന്മണി മാല അവൻ എനിക്ക് തരുമെന്ന് പാടുമ്പോൾ ചാടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പൊന്മണിമാല എനിക്ക് തരുമെന്നൊക്കെ പാടുമ്പം ചാടിക്കും. പക്ഷെ നിന്മരണം കൊണ്ട് എൻ്റെ വണ്ണരകം നീ അകറ്റിന്ന് പാടുമ്പോൾ ഉറങ്ങി. ഇത് കേൾക്കുമ്പം ചാടുകയും ചെയ്യുന്ന ആത്മീയതയ്ക്ക് എവിടെയോ ഒരു വികലതയുണ്ട്. ഇനി പൊന്മണിമാല കിട്ടുന്ന കാര്യം ഒന്നും കേൾക്കുമ്പം ചാടിയില്ലേലും നിന്മരണം കൊണ്ടെൻ്റെ വണ്ണരകം അങ്ങകറ്റിയെന്ന് പാടുമ്പോൾ കണ്ണും നനയുന്നില്ലെങ്കിൽ, ഹൃദയം തകരുന്നില്ലെങ്കിൽ, ചുണ്ടുകൾ വിതുമ്പുന്നില്ലെങ്കിൽ, ഹൃദയപൂർവ്വം ദൈവത്തിന് നന്ദി പറയുന്നില്ലെങ്കിൽ ആരാധനയിൽ ദൈവത്തിന് പ്രസാദമില്ല. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സ്വർണ്ണത്തെരുവീതി എന്നൊക്കെ കേൾക്കുമ്പോൾ ചാടാൻ കാരണം, പൊന്മണിമാല എന്നൊക്കെ കേൾക്കുമ്പം ഇങ്ങനെ ആവേശപ്പെടാൻ കാരണം ഇവിടെ ഇടാൻ പറ്റാഞ്ഞതിൻ്റെ ഇച്ഛാഭംഗം നിമിത്തം. അവിടെ ചെല്ലുമ്പോഴെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള ആവേശം ഓർത്താകാം അത് ഞാൻ ബോധപൂർവം വിടുകയാണ്. പക്ഷെ ഇന്ന് രാത്രി എൻ്റെ ചോദ്യം, പൗലോസ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് എന്താ പറയുന്നത്? മരണത്തിനപ്പുറത്ത് പൗലോസ് എന്താ പ്രത്യാശയുടെ വാക്ക് പറയുന്നത്? വിട്ടുപിരിഞ്ഞാൽ, എല്ലാവരും നല്ല ആമയും പറഞ്ഞ്, വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ. പൗലോസിന് സ്വർഗമാകുന്നത് അവിടെ സ്വർണ്ണ തെരുവീതി ഉള്ളത് കൊണ്ടല്ല, അവിടെ പുത്തനാം യെരൂശലേം ഉള്ളത് കൊണ്ടല്ല, അനന്തകോടി വിശുദ്ധന്മാരുടെ വിശുദ്ധമതികളുടെ ആത്മാക്കൾ ഉള്ളത് കൊണ്ടുമല്ല. അവരെല്ലാം ഉണ്ടായിട്ട്, അവയെല്ലാം ഉണ്ടായിട്ട് യേശു അവിടെ ഇല്ലെങ്കിൽ ആ സ്വർഗം സ്വർഗമല്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തെ സ്വർഗമാക്കുന്നത് യേശുവിൻ്റെ സാന്നിധ്യമാണ്. അങ്ങനെയാണെങ്കിൽ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും എൻ്റെ കർത്താവിനെ പിരിയാതെ, ഇനി ഒരിക്കലും എൻ്റെ ദൈവത്തെ പിരിയാതെ എന്നേക്കും ദൈവത്തോടൊരുമിച്ച് ജീവിക്കുന്ന ജീവിതമാണ് നിത്യജീവൻ. അത് തരാനാ ദൈവം നമ്മെ സ്നേഹിച്ചത്. അതരം തുറന്നാമേൻ പറയാൻ ഇന്ന് രാത്രി ആത്മനിയോഗമുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെ നാം എപ്പോഴും
ഒരു നല്ല ആമേൻ പറഞ്ഞു. ഞാൻ ഓർത്ത് നിങ്ങൾ അല്പം ശബ്ദത്തിൽ പറയുന്ന ഓർത്തത്. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഇനി ഒരിക്കലും എൻ്റെ ദൈവത്തെ പിരിയേണ്ടി വരില്ല. ഇനി ഒരിക്കലും എൻ്റെ കർത്താവിനെ പിരിയേണ്ടി വരില്ല. എന്നേക്കും എന്നേക്കും എൻ്റെ കർത്താവിനോട് ഒരുമിച്ച് ജീവിക്കുന്ന ജീവിതമാണ് നിത്യജീവൻ. അതു തരാന എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചത്. അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അതാണ് നിത്യജീവൻ. അടുത്തത് ഒരു കാര്യത്തിനും കൂടെ ദൈവം നമ്മെ സ്നേഹിച്ചത് നശിച്ചു പോകാതിരിക്കാൻ. നിത്യജീവന്റെ നേരെ ഓപ്പോസിറ്റാണ് നശിക്കുക. നാശം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? സ്വർഗത്തെ സ്വർഗമാക്കുന്നത് യേശുവിൻ്റെ സാന്നിധ്യമാണെങ്കിൽ, നരകത്തെ നരകമാക്കുന്നത് അവിടുത്തെ പുഴുവല്ല, അവിടുത്തെ കൃമിയല്ല, അവിടുത്തെ തീയല്ല. പുഴുവും കൃമിയും തീയും അവിടെ ഉണ്ട്. പക്ഷേ നരകത്തിൻ്റെ ഭയാനകത, നരകത്തെ നരകമാക്കുന്നത് പുഴുവും കൃമിയും തീയുമല്ല. പിന്നെ എന്താണ് നരകത്തെ നരകമാക്കുന്നത്? സ്വർഗത്തെ സ്വർഗമാക്കുന്നത് യേശുവിൻ്റെ സാന്നിധ്യമാണെങ്കിൽ, നരകത്തെ നരകമാക്കുന്നത് യേശു കർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യമില്ലായ്മയാണ്. വായിക്കാം 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ. 2 തെസ്സലോനി വളരെ സൂക്ഷിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ഭാഗം ഒന്ന് കേൾക്കുക. 2 തെസ്സലോനി 1:9-10. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയം ആകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ അടിവരയിട്ടോണം കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. നിത്യനാശം എന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് നിത്യ നരകമാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നിത്യ മരണമാണ്. നിത്യ മരണം, നിത്യ നരകം, അതിൻ്റെ പേരാണ് നിത്യനാശമെങ്കിൽ നിത്യമരണത്തിൻ്റെ നിത്യനാശത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ യേശു കർത്താവിൻ്റെ സാന്നിധ്യമില്ല. അവിടെ കർത്താവിൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വമില്ല. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് ഇനി ഒരിക്കലും ദൈവത്തെ പിരിയാതെ ദൈവത്തോടുള്ള ജീവിതമാണെങ്കിൽ, ദൈവത്തോട് കൂടിയുള്ള ജീവിതമാണെങ്കിൽ, നരകത്തെ നരകമാക്കുന്നത് ഇനി ഒരിക്കലും അവിടെ നിന്നൊരു മടങ്ങി വരവില്ലാതെ, ഇനി ഒരിക്കലും ദൈവത്തോട് അടുക്കാൻ കഴിയാതെ എന്നേക്കും ദൈവത്തിൽ നിന്നകന്ന് നരകത്തിൽ നിബദിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നിത്യനാശം. നശിച്ചു പോകാതിരിക്കാൻ, സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ നിത്യ നരകത്തിൽ നിബദിക്കാതിരിക്കാൻ ദൈവം തന്റെ പുത്രനെ തന്നു നമ്മെ സ്നേഹിച്ചെന്നാണ്. എന്നോട് ചേർന്ന് ആധരം തുറന്ന് ആമേൻ പറയാൻ തന്റെ ഇടമുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം.